ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഞാനിന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗോപ്രോ ഇല്ലേ, ഗോപ്രോന്റെ പുതിയൊരു മോഡൽ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഗോപ്രോ ഹീറോ 13 ബ്ലാക്ക് ക്രിയേറ്റർ എഡിഷൻ. അതിനെ പറ്റിയ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കാണാണ്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കാം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഈ ഗോപ്രോ ഹീറോ 13 ബ്ലാക്ക് ക്രിയേറ്റർ എഡിഷൻ സത്യം പറഞ്ഞാൽ എങ്ങനത്തെ ആൾക്കാർ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. നമുക്ക് ഈ വ്ളോഗേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മിങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോകണം, അങ്ങനത്തെ കുറെ വ്ളോഗേഴ്സും പിന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യണ കുറെ ആൾക്കാരൊക്കെ ഇല്ലേ, അവരും പിന്നെ ഈ ട്രെക്കിംഗ് ഒക്കെ ചെയ്യണ ആൾക്കാരില്ലേ, മലയും കുന്നൊക്കെ കയറണ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെയാണ് മെയിനായിട്ട് ഈ ക്യാമറ ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ ക്യാമറ ഇല്ലേ, ഇപ്പൊ ഈ ക്യാമറ ഒന്ന് ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും ട്രിപ്പ് പോണ്, റൈഡിങ്ങിനൊക്കെ പോണ്, അപ്പൊ ഈ ക്യാമറ ഒരു മാഗ്നറ്റ് ഒക്കെ ഇടാൻ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഹെൽമെറ്റിൽ തന്നെ ക്ലിപ്പ് ചെയ്തൊക്കെ ഇടാൻ പറ്റും. അപ്പൊ നിങ്ങൾ മുമ്പിലോട്ട് നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴില്ലേ, നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ വിഷ്വൽസ് കാണണം അതെല്ലാം നിങ്ങൾക്ക് ഈ ക്യാമറയിൽ പകർത്താൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നിങ്ങൾ മുമ്പിൽ എന്തൊക്കെ കാണണം അതെല്ലാം ഈ ക്യാമറയിൽ പകർത്താൻ പറ്റും. ഹൈ ക്വാളിറ്റി HD ആണ് നമുക്ക് ഈ ക്യാമറ എടുക്കുന്ന വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇപ്പൊ ആരെങ്കിലും നൈസായിട്ട് നമ്മുടെ വണ്ടിക്ക് ചാർത്തി, അപ്പൊ അവന്മാര് പറയും നീയൊക്കെയാണ് ഞങ്ങളുടെ വണ്ടിക്ക് ഒന്ന് ഇടിച്ചു നിൽക്കുക, അങ്ങനെ അവന്മാര് കിടന്ന് നോണവല്ലോ ആൾക്കാരോടൊക്കെ പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഹെൽമെറ്റ് ഈ ക്യാമറ ഉണ്ടാവില്ല, ഈ വീഡിയോ അങ്ങനെ നൈസായിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ അവന്മാര് ചമ്മി പൊക്കോളും. അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഈ ക്യാമറയിൽ. മെയിനായിട്ട് ഈ വ്ളോഗേഴ്സ്, ട്രെക്ക് ചെയ്യുന്ന ആൾക്കാർ, ട്രാവലേഴ്സ് ഒക്കെയാണ് മെയിനായിട്ട് ഈ ക്യാമറ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അവർക്ക് പറയുന്ന ഒരു ബെസ്റ്റ് ക്യാമറയുടെ ഞാൻ ഈ ക്യാമറ ചോയ്സ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിലൂടെ നടക്കണമെങ്കിൽ ഗൈസ്, ഇതിന്റെ വീഡിയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 60 FPS എന്തായിരുന്നു 60 FPS 5.3K നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 60 FPS 5.3K നല്ല കിടിലോയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നല്ല ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. അത് അങ്ങനത്തെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ ഭയങ്കര അങ്ങനെ മോശമെന്ന് പറയാൻ പറ്റില്ല, നല്ല കിടിലൻ ക്യാമറ തന്നെയാണ് ഈ ഗോപ്രോ ഹീറോ 13 ബ്ലാക്കിന്റെ. അടിപൊളി ക്യാമറ, നല്ല രീതിയിൽ തന്നെ HD നിങ്ങൾക്ക് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും കാണാനൊക്കെ പറ്റും. പിന്നെ 240 FPS ആണ് ഇതിന്റെ സ്ലോ മോഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് 240 FPS ഇതിൽ സ്ലോ മോഷൻ ഒക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്ലോ മോഷൻ വീഡിയോസ് ഉണ്ടല്ലോ ഗൈസ്, അതൊക്കെ നിങ്ങൾക്ക് 240 FPS എടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് മറ്റേ ഗ്ലിച്ച അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നല്ല രീതി തന്നെ 240 FPS സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വീഡിയോ ആണ് ഗൈസ്. 60 FPS 5.3K എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ HD ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ. അതാണ് ഇതിന്റെ ക്യാമറ, അടിപൊളി ക്യാമറ തന്നെയാണ്. പിന്നെ ഗൈസ്, ഇതിന്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കണ ഹൈപ്പർ സ്മൂത്ത് 6.0 അതാണ് ഗൈസ് ഇതിൽ വന്നേക്കണ സ്റ്റെബിലൈസേഷൻ എന്ന് പറയണം. നിങ്ങൾക്ക് അങ്ങനെ നല്ല ബാക്കപ്പ് കിട്ടും. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ്. നല്ല ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി സത്യം പറയട്ടെ ഗൈസ്, എടുത്തു പറയണ സാധനം. നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കണം. അത് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ നമ്മളിപ്പോൾ എവിടെയും ട്രെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഇതും പിടിച്ചുകൊണ്ട് ട്രെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വേന എടുക്കില്ല, കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ചെറിയൊരു സാധനം പിടിക്കണവരെ ഉണ്ടാവുള്ളൂ. പിന്നെ സ്റ്റെബിലൈസേഷൻ അറിയാലോ നിങ്ങൾക്ക്, നല്ല ക്വാളിറ്റി തന്നെ വീഡിയോസിലെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഹൈപ്പർ സ്മൂത്ത് 6.0 ആണ് ഇത് വന്നേക്കണം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനമാണ് ഈ ഹൈപ്പർ സ്മൂത്ത് 6.0. അതാണ് ഈ ഇതിൽ വന്നേക്കണത്. അടിപൊളിയായിരിക്കും, നല്ല രീതി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതി തന്നെ വീഡിയോസിലെ ഫോട്ടോസിലും എടുക്കാനൊക്കെ പോയാൽ നല്ല രീതി തന്നെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഗൈസ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഗൈസ് എന്താണെന്ന് അറിയോ, ഇതിന്റെ വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞില്ലേ ഗൈസ്, 10 മീറ്റർ 33 അടി. അത്രയും വെള്ളത്തിന്റെ അടിയിലോട്ട് താഴത്തോട്ട് ഈ ക്യാമറ പോയാലും ഈ ക്യാമറക്ക് ഒന്നും പറ്റത്തില്ല. 10 മീറ്റർ 33 അടിയിലോട്ട് ഈ ക്യാമറ താഴത്തോട്ട് പോയാലും ഒന്നും പറ്റത്തില്ല, കാരണം വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അത് കേടാവേ അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, ഒന്നും പറ്റത്തില്ല. വേണമെങ്കിൽ അവിടെ പോയിട്ട് 2 പിക്ചറൊക്കെ എടുത്തിട്ട് പോവാം. ഓക്കെ, അങ്ങനത്തെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കേടാവത്തൊന്നുമില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ ഗൈസ്, ഇതിന്റെ ബാറ്ററി വേണമെന്ന് പറഞ്ഞാൽ 1900 mAh എൻഡ്യൂറോ ബാറ്ററി അതാണ് വേണ്ടത്. കുറേ നേരം ചാർജ് ചെയ്യുന്നതോളം നിങ്ങൾക്ക് കൂടി വന്ന ഒരു 1.5 ദിവസം 2 ദിവസമൊക്കെ നിങ്ങൾക്ക് മാക്സിമം ചാർജ് നിൽക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 1.5 ദിവസം 2 ദിവസമൊക്കെ മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റും. എൻഡ്യൂറോ ബാറ്ററിയാണ്, നല്ല രീതിയിലുള്ള ബാറ്ററിയാണ്. 1900 mAh വരെ കിട്ടും. അപ്പോൾ അതൊരു ഗോപ്രോ പോലത്തെ ഒരു ക്യാമറ, അത് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ ഡിസിഷൻ വെച്ച് നല്ലൊരു കാര്യമാണ് കമ്പനി ചെയ്തേക്കണത്. ഓക്കെ, പിന്നെ ഇതിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ HD മാക്രോ ലെൻസ് ആൻഡ് ആൾട്രോ ലെൻസ് ആണ് ഈ ക്യാമറയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്.
HD മാക്രോ ലെൻസ് ആൻഡ് ആൾട്രോ ലെൻസ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസായാലും ഫോട്ടോസൊക്കെ ആയാലും എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പിന്നെ മാഗ്നറ്റിക് ഓപ്ഷൻ വന്നോട്ട് നിങ്ങൾക്കില്ലേ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും ക്ലിപ്പ് ചെയ്തിടാൻ പറ്റും. നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്ത് പോകണമെങ്കിലും നിങ്ങൾക്ക് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽമെറ്റ് നിങ്ങൾ ബൈക്ക് റൈഡിങ് പോകണമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളുടെ ഹെൽമെറ്റിൽ തന്നെ ഈ സാധനം ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മാഗ്നറ്റ് ആണ്. പിന്നെ മാഗ്നറ്റ് ഊരി വീഴും അങ്ങനെയൊന്നും വേണ്ട. അത് ക്ലിപ്പും വേണ്ട. ക്ലിപ്പ് അങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ അത് ഊരി പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ് ഗൈസ് കുറേ ഗുണം. അതൊക്കെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറേ ഗുണങ്ങളൊക്കെ പറഞ്ഞാൽ അടിപൊളി ക്യാമറയാണ്. നമുക്ക് HDയിൽ വീഡിയോസ് എടുക്കാൻ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും എടുക്കാനൊക്കെ പറ്റും. കീഴിലോട്ട് തന്നെ എടുക്കാൻ പറ്റും. വ്ളോഗേഴ്സും പിന്നെ ഈ ട്രെക്ക് ചെയ്യണ ആൾക്കാരും ട്രാവൽ ചെയ്യണ ആൾക്കാരാണ് ഈ കമ്പനി മെയിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറയണത്. കാരണം അവരൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണത് കുറേ ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ല കുറേ എക്സ്പ്ലോർ ചെയ്യണത്. ഇങ്ങനെ കുന്നും മലയും ഇതൊക്കെ എല്ലാം കയറണത് അവരാണല്ലോ. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ക്യാമറ ഒക്കെ പിടിച്ചു വെച്ചാൽ ഭയങ്കര പാടായി, കൈ കഴക്കും. കാരണം പിടിച്ച് കയറണ്ടേ. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈ തന്നെ ഇത് കൊണ്ടുനടക്കാനൊക്കെ ഒരു ഇതായിരിക്കും. നല്ല സുഖം കിട്ടും. കൈ തന്നെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. നമുക്ക് വലിയ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഗുണം. പക്ഷെ അവർ ഇത്ര വെയിറ്റ് കുറച്ചിട്ടായാലും അവർ ആ ബിൽഡ് ക്വാളിറ്റി അവർ ഒട്ടും കുറച്ചില്ല. അതിനൊരു കോംപ്രമൈസ് വരെ ചെയ്തില്ല. നല്ല രീതിയിൽ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി ചെയ്ത്. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ഇത് അത്ര നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ സാധനം ഇറക്കിക്കണത്. നല്ല ഈ പിന്നെ 1.5 ദിവസം 2 ദിവസമൊക്കെ ചാർജ് നിന്നോളും. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. 1.5 ദിവസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഇതൊന്നും അല്ല. നല്ല അടിപൊളി കാര്യം തന്നെയാണ് അവർ ചെയ്തേക്കണത്. പിന്നെ 1900 mAh ബാറ്ററി, അതും ഒരു ക്യാമറയിൽ ഇങ്ങനത്തെ ഒരു ക്യാമറയിൽ എന്ന് വെച്ചാൽ ഒരു GoPro പോലത്തെ ഒരു ക്യാമറയിൽ 1900 mAh ബാറ്ററി തന്നതിനൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതൊക്കെ വലിയ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അതൊക്കെ. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഈ കിടിലോ. ഇനി ചിലപ്പോൾ ഭാവിയിലൊക്കെ ചിലപ്പോൾ 5000 mAh ബാറ്ററി ഒക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ GoProയിലും ഇങ്ങനത്തെ ഇതിലൊക്കെ വരാൻ പോകുന്നത്. പക്ഷേ ഈ 1900 mAh ബാറ്ററി ഇപ്പോൾ തന്നെ ഇവർ കൊണ്ടുവന്നതിന് വളരെയധികം ബിഗ് താങ്ക് യു. കാരണം ഇതൊക്കെ നമ്മളെ പോലെ തകർക്ക് ഇതൊക്കെ വലിയൊരു കാര്യമാണ് ഇതൊക്കെ. ഗൈസ് പിന്നെ ഈ മാക്രോ ലെൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏതൊരു ഞാൻ റിവ്യൂ ചെയ്തൊരു ഫോണിൽ നത്തിങ് ആണെന്ന് തോന്നുന്നത്. അത് ഏതൊരു ഫോണിൽ മാക്രോ ലെൻസ് ആണ് എൻ്റെ ഇത് വന്നേക്കണമെന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് ഈ ക്യാമറയിലായാലും മാക്രോ ലെൻസ് ആൻഡ് ആൾട്രോ ലെൻസ് ആണ് ഇതിൻ്റെ ക്യാമറയിലെ ലെൻസ് ഘടിപ്പിച്ചിരിക്കണത്, ഫിറ്റ് ചെയ്തേക്കണത്. അതും HD മാക്രോ ലെൻസ് ഇറക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസിന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഭയങ്കര ഷെയ്ക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ചില ഇങ്ങനെ ആദ്യമൊക്കെ വീഡിയോസ് എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരു ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും കാരണം വീഡിയോയിലൊക്കെ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ആയാലും ഫോട്ടോസിൽ എടുക്കാൻ പറ്റും. പിന്നെ 240 FPS വരെ സ്ലോ മോഷൻ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും എന്തായാലും എടുക്കാനൊക്കെ പറ്റും. സ്ലോ മോഷൻ കാര്യങ്ങൾ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോയി എഴുതിക്കും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നടക്കണ സ്ലോ മോഷനിൽ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ GoPro Hero 13 Black ക്രിയേറ്റർ എഡിഷൻ. അതാണ് ഒരു ക്രിയേറ്റർ എഡിഷൻ ഇങ്ങനെ ബെസ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയണം. ഓക്കെ. പിന്നെ വീഡിയോസ് ആയിക്കോട്ടെ 60 FPS 5.3K 60 FPS 5.3K എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി മനസ്സിലാവുള്ളൂ. കാരണം ഒരു ഫോണിനെക്കാളും നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റിയിലാണ് അവർ ഈ പ്രാവശ്യം സാധനം ഇറക്കണം. എന്നുവെച്ചാൽ കിടിലായിട്ട് തന്നെ അടിപൊളി വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് HDയിൽ തന്നെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേറെ ലെവലിലാണ് ആക്കാം നിങ്ങൾക്ക്. പിന്നെ ഒരു ഗ്ലിച്ചാ ബ്ലറിനെസ്സാ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ വില തന്നെ എന്ന് പറഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ എന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂ കാരണം ഇത് നല്ലൊരു ക്യാമറയാണ്. നല്ലതെന്ന് വെച്ചാൽ നല്ലൊരു GoProൻ്റെ ക്യാമറ തന്നെയാണ്. GoProൻ്റെ പുതിയൊരു മോഡലാണിത്. GoPro Hero 13 Black ക്രിയേറ്റർ എഡിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് ഇതിൻ്റെ വില പറയണമെന്ന് വെച്ചാൽ 32,990 32,990 അല്ലല്ലേ സോറി ഞാൻ ഇംഗ്ലീഷ് പറയട്ടെ അല്ലെങ്കിൽ അവരെ പടത്തിലോ പറയുക 32,990. പിന്നെ അതാണ് ഒരു വില കാണിക്കണത്. പിന്നെ എന്ന് പറഞ്ഞാൽ 37,990. ഇത് രണ്ടോണിൻ്റെ വില കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇത് 2 റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ 37,000 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കുറച്ചും കൂടി സാധനങ്ങൾ ലെൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. മറ്റേ 32,000 എന്ന് പറയുമ്പോൾ അധികം അങ്ങനെ കിട്ടൂല. പക്ഷേ മെയിനായിട്ട് ഉണ്ടാവേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ടാവട്ടെ 32,000. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ 2 രീതിയിലാണ് ഇവർ കാണിക്കണത്. ഓക്കെ. ഞാൻ സജസ്റ്റ് ചെയ്യണേന് ഒരു ബ്ലോഗർ ആയിക്കോട്ടെ
ട്രാവൽ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ടെക് പിന്നെ ഇങ്ങനെ ഹൈക്കിങ്, മൗണ്ടൻ ക്ലൈമ്പിങ് ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അയാൾ ഈ ക്യാമറ ഒന്നും നോക്കാണ്ട് കണ്ണും പൂട്ടി ഈ ക്യാമറ വാങ്ങിച്ചു നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കത്തില്ല. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസിലും ഫോട്ടോസിലും എടുക്കാൻ പറ്റും. വലിയ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഭയങ്കര വെയിറ്റുള്ള ക്യാമറ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ചില സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. ഈ ട്രെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, കുറേ റിസ്കി ആയിട്ടുള്ള കുറേ ഏരിയാസ് ഒക്കെ വരും. അവിടേക്ക് നമുക്ക് കയറുമ്പോൾ എന്ന് വെച്ച് ഇങ്ങനെ ഇതും പിടിച്ച് നമുക്ക് കയറാൻ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, കൈ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൈ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇതിന് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് സ്റ്റാൻഡും ഘടിപ്പിക്കാനൊക്കെ പറ്റും. അതൊക്കെ വലിയ സ്റ്റാൻഡ് ഘടിപ്പിച്ച് നിങ്ങൾ എവിടെ ഈ ഇരുന്ന് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ. നല്ല രീതിയിൽ തന്നെ പിന്നെ ഇത്രയുള്ള ഗോപ്രോയുടെ ക്യാമറയാണ് അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് സ്റ്റാൻഡ് അതും അവൈലബിൾ ആണ്. നിങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള സ്റ്റാൻഡ് അവൈലബിൾ ആണ്. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ക്യാമറയാണ് ഇത്. ഗോപ്രോ ഹീറോ 13 ബ്ലാക്ക് ക്രിയേറ്റർ എഡിഷൻ എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനത്തെ ക്രിയേറ്റേഴ്സ് ആയ ആൾക്കാരായാലും, ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് മറ്റേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായാലും, ഹൈക്ക് ചെയ്യുന്ന ആൾക്കാരായാലും, പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയാലും എന്തായാലും ഈ ക്യാമറ ഒന്നും നോക്കണ്ട, നിങ്ങൾ വാങ്ങിച്ചോ. ഇത് നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് എന്തായാലും എടുക്കാനൊക്കെ പറ്റും. HD തന്നെ എടുക്കാനൊക്കെ പറ്റും. ലൈറ്റ് വെയിറ്റ്. പിന്നെ ബിൽഡ് ഹോൾഡ് ചെയ്ത് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ഇപ്പോൾ താഴ്ത്തിട്ടെന്ന് പറഞ്ഞാൽ വലിയ കേടൊന്നും ആവില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആവില്ല, ഒടിഞ്ഞൊന്നും പോവില്ല. നല്ല രീതി തന്നെ. കാരണം നമ്മൾ നല്ല ക്വാളിറ്റി തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് എന്തായാലും സജസ്റ്റ് ചെയ്യും. കാരണം ഒരു നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ ബ്ലറിനെസ് ഗ്ലിച്ച അങ്ങനെയൊന്നും വരാണ്ട് എടുക്കണം, നല്ല രീതിയിൽ. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ക്യാമറ ഞാൻ ബെസ്റ്റ് ഓപ്ഷൻ പറയുകയാണ്. നിങ്ങൾ എന്തായാലും ഈ ക്യാമറ എടുത്തോ, നല്ലൊരു ക്യാമറ തന്നെയാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഇല്ലേ ഗൈസ്, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ കുറേ സെറ്റിങ്സ് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ സെറ്റിങ്സ് ഇങ്ങനെ മാറ്റാനൊക്കെ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഓരോ സെറ്റിങ്സ് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അതിൽ കുറച്ചും കൂടി വെട്ടം കൂട്ടണം, കുറക്കണം, ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കുക, പിന്നെ കുറച്ചും അങ്ങനെ കുറേ ഓപ്ഷൻസ്, കുറേ സെറ്റിങ്സിൽ കുറേ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസും കമ്പനി പ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻ, കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷനാണ് കമ്പനി പ്രാവശ്യം ഇതിന് പ്രൊവൈഡ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് സെറ്റിങ്സിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറേ അഡ്വാൻറ്റേജ് ആയ ഫീച്ചേഴ്സ് ഒക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വീഡിയോസ് എന്തായാലും എടുക്കാനൊക്കെ പറ്റും. പിന്നെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം ഞാൻ നിങ്ങളോട് എന്തായാലും ഇങ്ങനത്തെ ഈ 3 ആൾക്കാരിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ സാധനം എടുത്തു. നല്ലൊരു ക്യാമറ തന്നെയാണ്. ഓക്കെ ഗൈസ്. പിന്നെ വിലയൊന്നുമില്ല. 32,990, 37,990 അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്തായാലും എടുത്ത് അതിനായിട്ട് ആ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും വലിയൊരു ക്യാമറ കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സംശയമുണ്ട്. കാരണം ഇത്ര നല്ലൊരു ക്യാമറ ഇത്ര ഒരു വിലക്ക് ഇങ്ങനെ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ അത് നല്ല ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയത്തുള്ളൂ. നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ണും കൂട്ടി എടുത്ത് എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇങ്ങനത്തെ നല്ല ടെക് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇനി അടുത്ത എന്ത് ടെക് പ്രോഡക്റ്റ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ല ടെക് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.